ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പട്ടുപാവാട ഉടുപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതൊരു റിക്വസ്റ്റ് വീഡിയോ ആണ്. 2 മുതൽ 4 വയസ്സ് വരെ കുട്ടിക്ക് ഇടാനുള്ള അളവിനാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്കേർട്ടിൻ്റെ അളവ് എങ്ങനെയാണെന്ന് നോക്കാം. സ്കേർട്ടിനായിട്ട് അളവെടുക്കുമ്പോൾ ആദ്യം നമുക്ക് എപ്പോഴും ടെൻഷൻ വരുന്നത് എത്ര മീറ്റർ തുണി വേണം എന്നുള്ളതിലാണ്. പിന്നെ പ്ലീറ്റ് കൊടുക്കുന്നതിലുമാണ്. അതിന് ഈസി ആയിട്ട് നമുക്കിനി കണ്ടുപിടിക്കാം. അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഈ ഹിപ്പ് റൗണ്ട് 21 ആണ്. അപ്പോൾ 21നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 63 ഇഞ്ചാണ് കിട്ടുന്നത്. അതിനെ മീറ്റർ ആക്കുമ്പോൾ 160 കിട്ടുന്നത്. പിന്നെ പ്ലസ് തയ്യൽ തുമ്പും. ഇപ്പോൾ 40 ആണ് ഹിപ്പ് റൗണ്ട് എങ്കിൽ അതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് അപ്പോൾ 120 ഇഞ്ചാണ് കിട്ടുന്നത്. അതിനെ മീറ്റർ ആക്കണം. അതേപോലെ തന്നെയാണ് എല്ലാ അളവും. ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഇങ്ങനെയാണ് നമുക്ക് എത്ര മീറ്റർ തുണി വേണം എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഈ സ്കേർട്ടിനായിട്ട് ഫുൾ ലെങ്ത് 21യും ഹിപ്പ് റൗണ്ട് 21 എടുത്തിട്ടുള്ളത്. പ്ലീറ്റിൻ്റെ വീതി ഇപ്പോൾ 1.5 ആണെങ്കിലും 2 ആണെങ്കിലും ആ ഹിപ്പ് റൗണ്ടിൻ്റെ അളവിൽ വ്യത്യാസം വരത്തില്ല. ഇനി സ്കേർട്ടിനായിട്ടുള്ള മെറ്റീരിയൽ നിവർത്തിയിട്ടതിന് ശേഷം എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അതൊന്ന് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി പ്ലീറ്റിൻ്റെ വീതി എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പ്ലീറ്റിൻ്റെ വീതി എത്രയായാലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ 1.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. തയ്യൽ തുമ്പിനായി നമ്മൾ ആദ്യം ഇട്ട പോയിന്റിൽ നിന്നും 1.5 ഇഞ്ച് മാറിയിട്ട് ഒരു മാർക്കിംഗ് ചെയ്ത് കൊടുക്കണം. അത് ഫസ്റ്റ് ലൈനാണ്. അതേപോലെ 4 ലൈൻ ചെയ്യണം. ഇതിപ്പോൾ സെക്കൻഡ് ലൈനാണ്. അതേപോലെ വീണ്ടും 1.5 മാറി തേർഡ് ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇട്ട് കൊടുക്കണം. ടോട്ടൽ 4 ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ആ ഫസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റ് ഇല്ലേ, തയ്യൽ തുമ്പല്ലാതെ ആ മാർക്ക് ചെയ്ത പോയിന്റിൻ്റെ സെക്കൻഡ് ഇട്ട ആ പോയിന്റിലേക്കാണ് ഫോൾഡിങ് വരേണ്ടത്, അതായത് മടങ്ങി നിൽക്കുന്ന ഭാഗം വരേണ്ടത്. എന്നിട്ട് ഫസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റും തേർഡ് മാർക്ക് ചെയ്ത പോയിന്റും കൂടി ഒന്ന് ചേർത്ത് പിടിക്കണം. ഇതേപോലെ പ്രസ് ചെയ്ത് പിടിക്കണം. അതിനുശേഷം 4ാമതിട്ട മാർക്കിങ്ങിലേക്ക് അത് ഫോൾഡ് ചെയ്ത് വെക്കണം. പ്ലീറ്റിനായാണ് ഇതേപോലെ വെക്കുന്നത്. ഇപ്പോൾ അവിടെ കറക്റ്റ് പ്ലീറ്റ് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഫുള്ള് പ്ലീറ്റും എടുത്ത് പോകും. ഇതാവുമ്പോൾ മെഷർമെൻറ്റിലൊന്നും വ്യത്യാസവും വരത്തില്ല. നല്ല നീറ്റായിട്ട് തന്നെ പ്ലീറ്റും കിട്ടും. കറക്റ്റ് 1.5 തന്നെ ഇവിടെ വീതി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പ്ലീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് പ്ലീറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആ പ്ലീറ്റ് എടുത്ത് വെച്ചേക്കുന്ന പോയിന്റിലെ ആ ഫോൾഡിങ്ങിൻ്റെ ആ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ വീതി മാർക്ക് ചെയ്ത് പോവേണ്ടത്. ഫോൾഡിങ് പോയിൻ്റാണ് 1ാമത്തെ മാർക്കിങ്. അപ്പോൾ ഇനി നമ്മൾ 3 മാർക്കിങ്ങാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഫോൾഡിങ് പോയിൻ്റ് കൂടെ ആകുമ്പോൾ 4 ആവും. ഇനി ഫോൾഡിങ്ങിൻ്റെ അവിടെ മാർക്ക് ചെയ്ത പോയിൻറ്റും 3ാമത് മാർക്ക് ചെയ്ത പോയിൻറ്റും കൂടി ചേർത്ത് പിടിക്കുമ്പോൾ പ്ലീറ്റ് കിട്ടും. ആ ഒരു ഫോൾഡിങ് 4ാമത്തെ പോയിന്റിലേക്ക് ചേർത്ത് വെക്കണം. ഇതേ കണ്ടോ, ഇതേപോലെ വരും. ഇനി അടുത്ത പ്ലീറ്റ് ഇടുമ്പോഴും വീണ്ടും അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് പോകണം. ഇതേപോലെ തന്നെ ഫുള്ള് പ്ലീറ്റും എടുത്ത് പോകണം. സ്കേർട്ടിൻ്റെ പട്ട ചെയ്യാനായി 5 ഇഞ്ച് വീതിയിലും ഹിപ്പ് റൗണ്ട് 21 ആണ്. അപ്പോൾ 21 പ്ലസ് തയ്യൽ തുമ്പിനും കൂടെ ആയിട്ടുള്ള പട്ടയ്ക്ക് എടുത്തിട്ടുണ്ട്. പട്ടയുടെ നല്ല വശവും സ്കേർട്ടിൻ്റെ ചീത്ത വശവുമായി ചേർത്ത് വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് പോവേണ്ടത്. സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടുത്ത സൈഡ് ഫ്രണ്ടിലേക്ക് പിടിച്ച് ഫോൾഡ് ചെയ്തിട്ട് വേണം വീണ്ടും ഫ്രണ്ട് വശം സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. സ്കേർട്ടിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. മുകളിലത്തെ പട്ടയൊക്കെ വെച്ചിട്ട് തന്നെ നന്നായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പ്ലീറ്റൊക്കെ എടുത്ത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. ടോപ്പിനായിട്ട് 1 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ടോപ്പിൻ്റെ പാർട്ട് മാത്രം കട്ട് ചെയ്ത് മാറ്റണം. അതിനായിട്ട് ടോപ്പിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ ലെങ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ടോട്ടൽ 10 ആണ് ക്രോപ്പ് ടോപ്പ് ആണെങ്കിൽ. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ട് ഫുള്ള് 22 ആണ്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത ശേഷം ചെസ്റ്റ് റൗണ്ടും പ്ലസ് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ലൈനിങ് പീസിലേക്ക് കറക്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. ലൈനിങ് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട ശേഷം ഒരു സൈഡിൽ തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഷോൾഡർ 4.5 എടുക്കേണ്ടത്. അതിൽ നെക്ക് അകലം 2 ഇഞ്ചും ഷോൾഡർ 2 ഇഞ്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. പിന്നെ ഷോൾഡർ മുതൽ കൈക്കുഴി വരെയുള്ള ലെങ്ത് 4.5 മാർക്ക് ചെയ്യേണ്ടത്. മുകളിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റിൻ്റെ ഫുൾ റൗണ്ട് 22 ആണ്. അതിൻ്റെ 2 1/2 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
തയ്യൽ തുമ്പില്ലാതെ ഷോൾഡർ മുതൽ കൈക്കുഴി വരെയുള്ളതിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം, 2 എന്നിട്ട് ആം ഹോൾ കർവ് ഉപയോഗിച്ച് താഴത്തെ ആ ചെസ്റ്റിൻ്റെ പോയിൻറ്റും കൂടി ഒരുമിച്ച് വെച്ചിട്ട് മുകളിൽ ഒരു 1/2 ഇഞ്ച് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് വേണം ആം ഹോൾ കർവ് വെക്കാനായിട്ട്. ഇതേപോലെ കറക്റ്റ് ഒന്ന് ഷേപ്പിന് വരച്ച് കൊടുക്കണം. ആം ഹോൾ കർവ് ഇല്ലാതെയും വരച്ചെടുക്കാം. നെക്കിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പില്ലാതെ നെക്ക് ലെങ്ത് 2.25 മാർക്ക് ചെയ്യേണ്ടത്. ടോപ്പിൻ്റെ താഴത്തെ ഫുൾ ഹിപ്പ് റൗണ്ട് 20 അതിൻ്റെ 2-1 5 മാർക്ക് ചെയ്ത് കൊടുക്കണം. 2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് കൊടുക്കാം. ഇനി ഷോൾഡറിൽ നിന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് ഇട്ടത് ഇതുപോലെ വേണം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ശരിയായ രീതിയിൽ തന്നെ അറിയാൻ പറ്റും. അതിനായിട്ടാണ് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്യുന്നത്. ഇനി ആ ഒരു മാർക്കിങ് കൂടി തന്നെ കട്ട് ചെയ്ത് പോകണം. നെക്ക് മാർക്ക് ചെയ്തെടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടും പീസും ഒരുമിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ലൈനിങ് മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് 2 പീസും കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് പീസ് മെയിൻ ക്ലോത്തിൻ്റെ ഫ്രണ്ട് പീസിലേക്ക് വെച്ചിട്ട് വേണം നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് ഇട്ട് വേണം കട്ട് ചെയ്യാനായി. ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസ് കട്ട് ചെയ്യാനായിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് എടുത്ത് അതേപോലെ തന്നെ ഫ്രണ്ട് പീസിലേക്ക് വെച്ചിട്ട് ഷോൾഡറിൽ ഒരു കട്ടിങ് കൊടുത്തില്ല, ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ലെങ്ത് 10 എടുത്തിട്ടുള്ളത്. തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് ആ ഒരു 10 കറക്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് മാർക്ക് ചെയ്യണം. ഇനി താഴെ ബെൽറ്റ് വയ്ക്കാനുള്ള ഭാഗം 1 ഇഞ്ചാണ് അകലം എടുക്കുന്നത്. ഇനി നെക്കിൻ്റെ വിട്ടെന്ന് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്കകലം എത്രയാണോ അതിൻ്റെ പകുതിയാണ് താഴെ മാർക്ക് ചെയ്യേണ്ടത്. വലിയ അളവാണെങ്കിൽ ഇപ്പോൾ 3 നെക്കിൻ്റെ അകലമെങ്കിൽ താഴെ 1.5 വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഏതൊരളവിനും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് നെക്കിൻ്റെ അളവിലൊന്നും വ്യത്യാസം വരുന്നില്ല. ഫ്രണ്ട് നെക്കിൻ്റെ എത്ര വിട്ടാണോ എടുത്തത് അത് തന്നെ ബാക്കിലും എടുക്കാം. കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് കൂടി ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ബാക്കിൻ്റെ ബെൽറ്റിനായിട്ട് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 2 ഇഞ്ച് വീതിയും 32 ഇഞ്ച് ലെങ്തുമുള്ള ഒരു പീസ് എടുത്തിട്ട് വേണം ബെൽറ്റ് ചെയ്യാനായിട്ട്. ഇനി ചെസ്റ്റിലും സ്ലീവിലുമായിട്ട് വരുന്ന ഫ്രില്ലിൻ്റെ വീതി ഷോൾഡറിൻ്റെ വീതിയും സ്ലീവിൻ്റെ ലെങ്തും കൂടി കണക്കാക്കിയാണ് എടുക്കേണ്ടത്. ലെങ്ത് എടുക്കാനായി നെക്കിന്ന് ചെസ്റ്റ് വരെ ഇതേപോലെയാണ് അളവെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു സൈഡിൽ 9.5 കിട്ടിയിട്ടുള്ളത്. 2 സൈഡിൽ കൂടിയാകുമ്പോൾ 19 ആവും. പിന്നെ പ്ലസ് ഒരു 11 എക്സ്ട്രാ കൂടി എടുക്കുന്നുണ്ട് പ്ലീറ്റിനായിട്ട്. ബാക്കിലത്തേക്കായി ഇതേപോലെ ബെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ലൈനിങ്ങിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാറി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ മെയിൻ ക്ലോത്തിലും മാർക്ക് ചെയ്യണം. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് വെച്ചിട്ട് ബെൽറ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ലൈനിങ് അതേപോലെ നല്ല വശത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ടോപ്പിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലെ ആ തയ്യൽ തുമ്പിൽ കൂടി തന്നെ ബെൽറ്റിലൊന്നും പെടാതെ സ്റ്റിച്ച് ചെയ്ത് പോകണം. ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ പട്ടയൊന്നും വെക്കാതെ പെട്ടെന്ന് തന്നെ വളരെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ അടുത്ത വശം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസിൻ്റെ ആം ഹോൾ കൂടി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴത്തെ എൻഡ് സ്റ്റിച്ച് ചെയ്യാതെ വേണം എടുക്കാനുള്ളത്. ഫ്രണ്ട് പോർഷൻ നല്ല വശത്തേക്ക് തിരിച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കും നന്നായിട്ട് അയൺ ചെയ്ത് തന്നെ എടുക്കണം. ചീത്ത വശം തിരിച്ചിട്ടിട്ട് വേണം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ വെച്ചിട്ട് വേണം ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട്. ഫ്രണ്ടിൻ്റെ നല്ല വശവും ബാക്കിൻ്റെ നല്ല വശവും കൂടി ഇതേപോലെ ഷോൾഡറിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് വേണം ഇത് മുകളിലേക്ക് എടുത്തിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കാം. ഇതേപോലെ നല്ല വശത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. എന്നിട്ട് നെക്കിൻ്റെ അവിടേക്കും സ്ലീവിൻ്റെ അവിടേക്കും റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി താഴത്തെ എൻഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഫ്രണ്ട് പോർഷനിൽ. അതിനായിട്ട് ഇതേപോലെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതേപോലെ എടുത്തിട്ട്
ബാക്കിലെ പീസിലെ അത് രണ്ടും ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഫ്രണ്ട് പീസും ലൈനിങ്ങും കൂടി ചേർത്ത് വെച്ചിട്ട് ആ താഴത്തെ തയ്യൽ തുമ്പ് കണക്കാക്കി സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇനി ഇത് ഇതേപോലെ ഒന്ന് തിരിച്ചെടുക്കണം. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ ഫ്രില്ല് ചെയ്യാനായി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഷോൾഡറിൻ്റെ ആ ഒരു ലെങ്തും നമ്മുടെ സ്ലീവിന് വേണ്ടിയുള്ള ലെങ്തും ഞാനിവിടെ ടോട്ടൽ 5 ആണ് എടുത്തിട്ടുള്ളത്. 2 സൈഡ് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ സ്ലീവ് വെക്കാനുള്ളൊരു വീതി കിട്ടും. 5 ഇഞ്ച് വീതിയിലും 30 ഇഞ്ച് ലെങ്തിലുമാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് പ്ലീറ്റ് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ലെങ്ത് എടുക്കാം. 2 സൈഡും ഫോൾഡ് ചെയ്തെടുത്തിട്ട് വേണം ഇതേപോലെ പ്ലീറ്റ് ഇട്ടെടുക്കാനായിട്ട്. ഇതേപോലെ 2 ഫ്രില്ലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റിൻ്റെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഇതേപോലെ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് മാറിയിട്ട് ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അകവശത്തേക്ക് മെഷർമെൻ്റ് എടുത്ത് കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ വെച്ചതിന് ശേഷം കൈക്കുഴി ഞാനിവിടെ 4.5 എടുക്കുന്നത്. കൈക്കുഴിയുടെ ആ ഒരു ലെങ്ത് 4.5 മാർക്ക് ചെയ്യുന്നുണ്ട് 2 വശത്തും. ഇനി നല്ല വശത്തേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ല വശത്ത് ഇവിടെ 11 വേണ്ടത്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് താഴെ 10 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്ക് വശത്ത് 4 ഞാൻ മാർക്ക് ചെയ്യുന്നത്, താഴത്തെ എൻഡ്. അതേപോലെ തന്നെ ഈ സൈഡിൽ 4 മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെ എൻഡിൽ വന്നിട്ട് ആ എൻഡിലേക്ക് നിൽക്കുന്ന തയ്യൽ തുമ്പില്ലേ, ആ തയ്യൽ തുമ്പ് മുകളിലേക്കൊന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം എൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ടോപ്പിൻ്റെ സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ടോപ്പിൻ്റെ സ്ലീവും പ്ലീറ്റൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കേർട്ടും നന്നായിട്ട് തന്നെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലീറ്റും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ബാക്ക് പോർഷൻ. നമുക്ക് ആ ടൈ ചെയ്ത് വെക്കുമ്പോൾ ഇത് കറക്റ്റ് കുട്ടിയുടെ ബോഡിയിലേക്ക് ഫിറ്റായി തന്നെ നിൽക്കും, ലൂസായെന്ന് നിൽക്കത്തില്ല. ഇത് കറക്റ്റ് മെഷർമെൻറ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.